ഭാരതി അല്ലെങ്കിൽ അദീന ആൻഡ് അലക്സ് അമ്പലത്തിലേക്ക് പോകുന്നു. അമ്പലത്തിൽ പോയോ? അതൊരു ഒരു ഒരു വിഷയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടക്കുക, അത് രാഷ്ട്രീയ എതിരാളികൾ പിന്നീട് എടുത്ത് ഉപയോഗിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു മനസ്സിലാച്ചിട്ടുണ്ട്. അത് പക്ഷേ അതിനെന്താ തോന്നിയിട്ടുള്ളത്? അത് എങ്ങനെയാ ആ ഒരു അത്തരത്തിലൊരു ഇത് വരുന്നത്? ഈ പറയുന്ന TP ചന്ദ്രശേഖർ അടക്കം അവരുടെ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന എത്രയോ പേരെ പാർട്ടിക്കെതിരായിട്ട് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവർ വീട്ടിൽ കയറി വെട്ടിക്കൊന്നിട്ടുണ്ട്. എത്രയോ പേരെ രക്തസാക്ഷികളാക്കാൻ വേണ്ടിയിട്ട് എത്ര പേരെ കൊന്നിട്ടുണ്ട്. അഭിമന്യുവിനെ കൊല്ലാൻ വേണ്ടി ഇട്ടു കൊടുത്തില്ലേ? ധീരജ് വധക്കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ എത്ര സംഭവങ്ങളാണ്. അവരെ അഭിമന്യുവിനെ കൊന്ന ആളുകളുമായിട്ട് എന്താണ് അയ്യപ്പ് വെക്കുന്നു. ഇപ്പം കോടതിയിൽ നിന്ന് അഭിമന്യു വധക്കേസിന്റെ ഒരുപാട് രേഖകൾ കാണാതെ പോയി. പക്ഷെ ഏറ്റവും അത് ആര് ഭരിക്കുന്ന സമയത്താ? ഇവരുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ആ കേസിന്റെ ഫയല് CPM അധികാരത്തിൽ കയറുന്നത് തന്നെ മദ്യവിമുക്ത കേരളം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വെച്ചിട്ടാണ്. അതുമായിരുന്നു അവരുടെ ഒരു ടാഗ് ലൈൻ അവർ ആദ്യ അധികാരത്തിൽ കയറുന്ന സമയത്ത്. അങ്ങനെ LDF സർക്കാർ അധികാരത്തിൽ കയറി. ഇവിടെ ഉണ്ടായിരുന്ന ബാറുകൾ എത്രയാണോ അതിന്റെ ഇരട്ടിയിൽ ബാറുകൾ വീണ്ടും തുറന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ബാറുകൾ പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ബാറുകൾ തുറക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടൈം ഇപ്പോൾ UDF അധികാരത്തിൽ. എങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായുള്ള ജനങ്ങൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവരുടെ എല്ലാം ഇരട്ടത്താപ്പല്ലേ. എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇത്രമാത്രം അധപ്പതിക്കാൻ പറ്റുക എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. പിണറായി വിജയനോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് നിൽക്കുന്നവർ പോലും ഇത്രയും വെറുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇത്രയും അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ വെറുത്തിട്ടുള്ള ഒരു ലീഡർ വേറെ ഉണ്ടാവില്ല. അവരുടെ പാർട്ടി ഇത്തവണ തോൽക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണമായ ആ തോൽവിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയത് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയാണ്. പരുമല ബലിദാനികൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അവരെ പറ്റിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ആ കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് എന്തായിരുന്നു പറഞ്ഞത്? അതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രി പറയുന്നതാണ്, നായനാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് പറയാണ്, നമ്മുടെ ബലിദാനികൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ് അവരെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? 4 ABPക്കാർ പോക്കറ്റിൽ വെള്ളം കീറി മരിച്ചതിന് ഞങ്ങൾക്ക് എന്താ വേണ്ടത്? നമസ്കാരം, റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യുവമോർച്ചയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടെയായിട്ടുള്ള കുമാരി അദീന ഭാരതിയാണ്. സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ, ഒരു ഇടവേള വന്നു. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പം VD സതീശന്റെ കാര്യങ്ങളുണ്ട്, പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിന് മുമ്പ് അതിനെ ഞാൻ പലപ്പോഴായിട്ട് കാണുന്ന സമയത്ത് പല രീതിയിലുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഇരുന്നിട്ടുള്ളത് അല്ലെ, പല സമയത്തായിട്ടും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശശികല ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു വിവാദം, അതായത് അതിനായിട്ട് ഒരു പോസ്റ്റ്, ആ പോസ്റ്റിനെ കുറെ ആളുകൾ ചേർന്നിട്ട് വളച്ചൊടിച്ചുകൊണ്ട് എന്താണ് അതിനൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോയി. പെട്ടെന്ന് അദീനയോട് ചില കമ്മികൾക്കൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു. ശശികല ടീച്ചറോട് ഈ പറയുന്ന ആളുകൾക്ക്, ഈ CPM പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര സ്നേഹം കൂടുന്നു. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വിഷയം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നന്ദഗോവിന്ദ ഭജൻസോ കേരള ബന്ധപ്പെട്ട വിഷയമായിട്ട് നമ്മൾ അതിന്റെ മെറിറ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ അദീനയെ തന്നെ പിന്നെ കുറെ ആളുകൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അത് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ CPM പ്രവർത്തകർ മാത്രമൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ സംഘപരിവാറിനോ പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകാത്ത, എന്നാൽ പുറത്തു നിന്നുള്ള ആളുകൾ നോക്കുമ്പോൾ സംഘപരിവാറിന്റെ വോയിസ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഒരു സത്യം പറഞ്ഞ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഒരുമിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അത് എന്റെ എല്ലാ പോസ്റ്റുകളും കൊണ്ടിടുക, ഇതെങ്ങനെ വിവാദമാക്കണം എന്നുള്ളതിനെ പറ്റി കൂലകഷമായി ചിന്തിക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശശികല ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയം, ഞാനത് ശശികല ടീച്ചറെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞൊരു സാധനമല്ല. പക്ഷെ അതിന്റെ ഇടയിൽ എന്നെയും എന്റെ സംഘടനയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ പറഞ്ഞ ആളുകൾ കുറെ കാലങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതായത് ഈ സംഘടനയ്ക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാത്തവരെ
സംഘടന ഒരിക്കലും അംഗീകരിക്കില്ല. ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കാനും പറ്റില്ല. എന്നാൽ സംഘടനയുടെ പേര് വേണം താനും, സംഘടനയുടെ കാര്യങ്ങൾ അഭിപ്രായം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് സംഘടനയുടെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളല്ല, സംഘടനയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. കാരണം സംഘടനയുടെ നീതിക്കും നിയമങ്ങൾക്കും ഒന്നും അനുസൃതമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് അവർ സംഘടനയ്ക്ക് പുറത്തോട്ട് മാറി നിൽക്കുന്നത്. പക്ഷെ പുറത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽപ്പെട്ട ആളുകൾ നോക്കുമ്പോൾ ഇവരുടെ എല്ലാം വോയിസ് സംഘടനയുടെ വോയിസ് ആയിട്ടാ വരിക. സംഘടനയ്ക്ക് സംഘടനയുടെ നിലപാടുകൾ പറയാനായിട്ട് സംഘടനയുടെ മുതിർന്ന കാര്യകർത്താക്കളുണ്ട്, സംഘടനാ ചുമതലകൾ വഹിക്കുന്ന ആളുകളുണ്ട്, അതൊക്കെ ഉണ്ട്. ആളുകൾക്ക് അഭിപ്രായം പറയാം. പക്ഷെ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം ഇവർ പൊടി തട്ടി പോവുകയും ആ വിവാദങ്ങളെല്ലാം സംഘടനയുടെ തലയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ ശശികല ടീച്ചറുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഞാൻ ടീച്ചർ തമ്മിൽ ഒരു പ്രശ്നമില്ല. ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ടീച്ചറെ വിളിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. ടീച്ചർ തന്നെ പോസ്റ്റ് ഇടുകയാണ്, എന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് ടീച്ചർ തന്നെ പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. ഇങ്ങനെ നമ്മളെ തമ്മിൽ തല്ലിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലായി. ടീച്ചർ പോസ്റ്റ് ഇട്ടു, ഓക്കെ. പക്ഷെ ആ പോസ്റ്റ് ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞ് ടീച്ചറിന്റെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് ടീച്ചറെ കൊണ്ട് ഇടിപ്പിച്ചതാണെന്ന് വേറെ കുറെ പോസ്റ്റുകൾ വന്നു. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഇപ്പം ഞാനും ഐക്യവേദിയും തമ്മിൽ അല്ലെങ്കിൽ ഞാനും VHPയും തമ്മിൽ ഒന്നും ഒരു പ്രശ്നമില്ല. അതായത് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഈ പറയുന്ന പോലെ ഇടതുപക്ഷ സൈബർ ടീമുകളിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനും സംഘടനയും തമ്മിലൊരു പ്രശ്നം നടക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കെതിരെ ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എന്നെ BJP അല്ലെങ്കിൽ RSS തള്ളി പറയുന്നു എന്നുള്ള രീതിയിലേക്ക് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രീ പ്ലാൻഡ് ആയിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളോട് ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇന്നലെ വരെ അവർക്ക് അദീന ഭാരതി ആയിരുന്നു, ഇന്ന് അവർക്ക് അത് അദീന അനലക്സ്. എന്റെ പേര് അദീന അനലക്സ് എന്നാണ് സുഹൃത്തുക്കളെ. എന്റെ എല്ലാ പോസ്റ്റിന്റെ അടിയിലും ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന പോസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ക്ഷേത്രങ്ങളിലേ പോകാറുള്ളൂ. ഞാൻ ആ ഒരു രീതിയിൽ ജീവിച്ച് വളർന്നു വന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിശ്വാസങ്ങള് അല്ലെങ്കിൽ എന്റെ ആരാധനാ രീതികൾ അതൊന്നും ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടും ഒന്നിന്റെ പേരിൽ ഞാൻ മാറ്റി വയ്ക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളല്ല. ഇനി എന്റെ പേര് മാറ്റുന്ന കാര്യം, എന്റെ പേര് മാറ്റാനായിട്ട് നിങ്ങൾ ആരും കഷ്ടപ്പെടേണ്ടതെന്തായാലും ഞാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി അദീന ഭാരതി എന്നുള്ള പേര് ഞാൻ ഓൾറെഡി നേരത്തെ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഭാരതി എന്നുള്ളത് എന്റെ അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ട പേരായിരുന്നു, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള പേരാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു പേരാണ്. ഞങ്ങളുടെ ഡാൻസ് സ്കൂളിന്റെ ഒരു പേരാണ് ഭാരതി എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ മുതൽ എന്റെ പേരിന്റെ കൂടത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പേരായതുകൊണ്ട് കൂടത്തിൽ ചേർത്തു എന്നുള്ളൂ. അല്ലാണ്ട് എന്റെ ഒരു തരത്തിലുമുള്ള എന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതിലൊന്നും ഞാൻ എന്റെ പേര് മാറ്റിയിട്ടില്ല. എന്റെ പേര് ഞാൻ എവിടെ മറച്ചു വെക്കാനും ശ്രമിച്ചിട്ടില്ല. എന്റെ പേര് അദീന അനലക്സ് ആണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഓരോ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് അദീന അനലക്സ് എന്ന് പറയുന്ന ഓരോ ഫേക്ക് ഐഡിന്ന് വന്ന് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അത് എന്നെ ഓർമ്മിപ്പിക്കട്ടെ. എന്നെ അറിയുന്ന ആളുകൾക്കും അറിയാം എന്റെ പേര് അദീന അനലക്സ് എന്നാണ്. അതിന്റെ ഇടയിൽ ഞാനൊരു ക്രിസ്ത്യനാണ്, പിന്നെ ഞാൻ എന്തിനാ ഇതിൽ നിൽക്കുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ഒന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്പലങ്ങളിലേ പോകാറുള്ളൂ. ഇനി അങ്ങനെ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. ഞാൻ അതിലാണ് ജീവിച്ചു വന്നത്. അതിൽ നിന്ന് ഒരടി ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതുവരെ നീങ്ങിയിട്ടില്ല, ഇനിയോട്ട് നീങ്ങാനും പോണില്ല. അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ടീച്ചറും തമ്മിൽ വഴക്കാണ് ധരിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് സംഘപരിവാർ ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിക്കാൻ. സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ചുമതലകളിൽപ്പെട്ട ഒരാൾക്കും ഞാനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അവരാരും തലയിട്ടിട്ടില്ല. ഒരു പ്രസ്താവനയും പറഞ്ഞിട്ടില്ല. ഞാൻ ചെറിയൊരു സംശയം, അതായത് അതിൽ ഞാനൊരു കമന്റ് കണ്ടത്, അദീനയ്ക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളോട് ഈ പറയുന്ന സംഘപരിവാർ എങ്ങനെയാണ് അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോട് പെരുമാറുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇനിയെങ്കിലും നന്നാവും എന്നൊക്കെ പറഞ്ഞ കുറെ ഉപദേശ കമന്റുകൾ ഞാൻ കണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ക്രിസ്ത്യൻ നേതാക്കന്മാർ ഒരുപാടുണ്ട് BJPക്ക്. ഞാൻ പറയുന്നത് അദീന എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ വന്നിട്ട് ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതായത് ഇപ്പം എന്നോട് സംഘപരിവാറിന്റെ നേതാക്കൾ അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ എന്നോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് നീ പള്ളിയിൽ പോണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഫാമിലിയിലുള്ളവർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അവരതിൽ വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ ചെയ്യണം എന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാനാണ് അവരുടെ അടുത്ത് പറയണത് എന്റെ വിശ്വാസം ഇതാണ്, എന്നെ അതിൽ മാറ്റാൻ ഞാൻ ഇങ്ങനെയാണ്. അതൊരിക്കലും BJP സംഘപരിവാറുമായിട്ട് മൈനോറിറ്റീസിനുള്ള ഒരു
വ്യത്യാസമല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ BJPയുടെ അക്കോമഡേഷൻ ഇപ്പൊ കൊടുക്കുന്നത് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവര് ഈ പറയുന്നത് പോലെ ഈ അതേ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ നേതൃനിരയിൽ ഇരിക്കുന്നത്. അപ്പോ ഇതിനു വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീം ഓഫ് ആൾക്കാർ പുറത്തുണ്ട്. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ആളുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഒന്നും അവർക്ക് വേർതിരിവില്ല. ഇപ്പം എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഉണ്ടായ ഏറ്റവും വലിയ എക്സാമ്പിൾ, എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛൻ മരിച്ച അച്ഛനെ ദഹിപ്പിക്കുക, അല്ലെങ്കിൽ ഹൈന്ദവ ആചാരപ്രകാരം ബാക്കിയുള്ള ക്രിയകൾ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എന്റെ അടുത്ത് ഇതേ BJP നേതാക്കളാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന, അല്ലെങ്കിൽ അച്ഛൻ ക്രിസ്ത്യൻ ആണ്, അല്ലെങ്കിൽ അച്ഛൻ ക്രിസ്ത്യൻ ആണ് ഒഫീഷ്യലി, അപ്പൊ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ അവർക്കൊരു വിഷമം തോന്നരുത്, അല്ലെങ്കിൽ അച്ഛന്റെ ഫാമിലിയിലുള്ളവർക്ക് വിഷമം തോന്നരുത്, പള്ളിയിൽ കൊണ്ടുപോയിട്ട് ചെയ്താൽ മതി എന്ന് എന്നോട് അവസാന നിമിഷം വരെ ആവുന്നത് പറഞ്ഞത് BJP നേതാക്കളാ, RSSന്റെ നേതാക്കളാ. ഞാൻ പറ്റില്ല, എന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം ഇതാണ്, ഒരു മകളെന്നുള്ള നിലയിൽ എനിക്ക് അവസാനമായി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് ഇതാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്റെ കൂടെ നിൽക്കുക. ഇല്ലാച്ചാൽ എന്നെ ഇതിന് എന്തായാലും പിന്തിരിപ്പിക്കാൻ പറ്റില്ല, ഞാനിത് ഇങ്ങനെ ചെയ്യുള്ളൂ. സേവാഭാരതി വിളിച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്രിയകളും ബാക്കി സംസ്കാര ചടങ്ങുകളും എല്ലാം ചെയ്തത്. അപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ BJP ആണെങ്കിലും RSS ആണെങ്കിലും മൈനോറിറ്റി വിഭാഗത്തെ എല്ലാ കാലത്തും ചേർത്ത് പിടിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല, അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ബോധേഡല്ല എന്നേ ഉള്ളൂ. പക്ഷെ BJPയുടെയും RSSന്റെ ഒക്കെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് പേര് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള അക്കോമഡേഷൻ സംഘടന കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്ന ജാതിയിൽപ്പെട്ട ആളെന്നോ അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ട ആളെന്നോ ഒന്നും നോക്കിയിട്ടല്ല, സംഘടനാ ചുമതലകൾ കൊടുക്കുകയും സംഘടനയുടെ കൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത്. സംഘടനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ, നാഷണലിസം ആണോ അവരുടെ ഉള്ളിലുള്ളത്, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് മാത്രമേ, സംഘടന അതിൽ മാത്രമേ ബോധമുണ്ടായിട്ടുള്ളൂ. ഞാൻ മറ്റൊരു സംശയം കൂടി ചോദിക്കട്ടെ, ഇത് പറഞ്ഞതുകൊണ്ടാണ്, അതായത് നമ്മുടെ വ്യക്തിപരമായ അവകാശമാണ് നമ്മൾ ഏത് വിശ്വാസം സ്വീകരിക്കണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളതൊക്കെ. പക്ഷേ അധീന എന്ന് പറയുന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ പോകുന്ന, സനാതനധർമ്മ പ്രകാരം ജീവിക്കുന്ന, അതിനെ പഠിക്കുന്ന ഒരാളാണ്, ആ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അത് ഏതെങ്കിലും തരത്തിൽ BJPയിലേക്ക് അല്ലെങ്കിൽ RSSലേക്ക് സംഘപരിവാറിലേക്ക് വന്നതിന് ശേഷം അതിന്റെ സ്വാധീനം കൊണ്ട് സനാതനത്തിലേക്ക് വന്നതാണോ? ഒരിക്കലും അല്ല. ഞാൻ അതിലേക്ക് വന്നതിന് ശേഷമാണ് ആക്ച്വലി സംഘത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ബാലഗോകുലത്തിലേക്ക് പോകുന്നതൊക്കെ അതിനൊക്കെ എത്രയോ മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്നെയും ഹിന്ദു സംഘടനകളെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് നമ്മുടെ സംഘപരിവാറിന്റെ ഹൈന്ദവ സംഘടനകൾ എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും മറ്റുള്ള വിഭാഗങ്ങളുടെ അവർക്ക് മോശം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ഒരു ഹൈന്ദവ സംഘടനകളുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്നെ ഇതിന്റെ ഇടയിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എന്നെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ഇതിന്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ശശികല ടീച്ചറുമായിട്ട് ഞാൻ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ അതേ സമയത്ത്, അല്ലെങ്കിൽ എന്നെ BJP നേതാക്കൾ അല്ലെങ്കിൽ ഹിന്ദു സംഘടനയുടെ നേതാക്കൾ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞ അതേ ആഴ്ച തന്നെയാണ് ഐക്യവേദിയുടെ പരിപാടിക്ക്, കുമാരി സംഘം എന്ന് പറഞ്ഞിട്ട് ഐക്യവേദി ആലുവയിൽ നടത്തിയ പരിപാടിക്ക് ശശികല ടീച്ചർ ആയിരുന്നു മുഖ്യപ്രഭാഷണം, ഞാനായിരുന്നു ഉദ്ഘാടനം. ശശികല ടീച്ചറിന്റെ കൂടെ ഒരുമിച്ച് ഒരു വേദിയിൽ, ടീച്ചറെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാ. ഞാൻ സംഘടനയിലേക്ക് കൊച്ചുകാലം മുതലേ വരുന്ന സമയം മുതലേ ഞാൻ ടീച്ചറെ വളരെ ആരാധനയോടും വളരെ അത്ഭുതത്തോടു കൂടിയൊക്കെ നോക്കി കാണുന്ന ഒരാളാണ്. എനിക്ക് ടീച്ചറെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ടീച്ചർ കടന്നു പോയിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക്, അല്ലെങ്കിൽ ടീച്ചറെ അപമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നു ശോഭ ചേച്ചിയൊക്കെ എത്രമാത്രം, ശോഭ ചേച്ചി, ശശികല ടീച്ചർ പോലുള്ള വനിതാ നേതാക്കന്മാരെ എത്രമാത്രം മറ്റുള്ള സംഘടനയിലുള്ള ആളുകൾ അപമാനിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ടീച്ചറോട് ഭയങ്കര റെസ്പെക്ട്. പേഴ്സണൽ ടീച്ചർ പങ്കെടുക്കുന്ന ഒരു വേദി പങ്കിടാൻ പറ്റുക, ആ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഞാനുമായിട്ട് ടീച്ചർക്കോ ഐക്യവേദിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഐക്യവേദി നടത്തുന്ന ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിക്കുമോ? അത് ഈ വിഷയം നടക്കുന്ന സമയത്ത് അല്ല. അപ്പം ഈ ഐക്യവേദിയായിട്ട് വലിയ പ്രശ്നമാണ് ശശികല ടീച്ചറായിട്ട് അതാണെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് വലിയൊരു തിരിച്ചടിയായി പോയി ആ പരിപാടി. എനിക്ക് തോന്നുന്നു അവര് 2-3 ദിവസം ഉറങ്ങിയിട്ടുണ്ടാവില്ല ആ പരിപാടി കണ്ടതിന് ശേഷം. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2-3 അക്കൗണ്ടിൽ നിന്ന് വന്ന പോസ്റ്റ്
നീ ആരാടി ശശികല ടീച്ചറെ ചോദ്യം ചെയ്യാൻ? ഞാൻ ആരുമല്ല. ശശികല ടീച്ചറൊന്നും അല്ലെങ്കിൽ അത്രയും മുതിർന്ന നേതാക്കന്മാരൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല. നീ ആരാടി എന്നൊക്കെ ചോദിച്ചു കുറെ പോസ്റ്റുകൾ അതെ ഈ പറയുന്ന പോലെ ഫേക്ക് IDs എന്നൊക്കെ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന് തൊട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു വേദിയിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തോ ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം കൂടെ, അതായത് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പൊതുവിൽ അധീന എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ സനാതനത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ പോകുന്ന സമയത്ത് അത് നോക്കി നിൽക്കുന്ന ചില ആൾക്കാർ, ശരി അധീന ഭാരതി അല്ലെങ്കിൽ അധീന ആൻ അലക്സ് അമ്പലത്തിലേക്ക് പോകുന്നു, അമ്പലത്തിൽ പോയോ, അതൊരു ഒരു ഒരു വിഷയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അങ്ങനെ നടക്കുക, അത് രാഷ്ട്രീയ എതിരാളികൾ പിന്നീട് എടുത്ത് ഉപയോഗിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു മനസ്സിലാച്ചിട്ടുണ്ട്. അത് പക്ഷെ അതിലെന്താ തോന്നിയിട്ടുള്ളത്? അത് എങ്ങനെയാ ആ ഒരു അത്തരത്തിലൊരു ഇത് വരുന്നത്? എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇത്രമാത്രം അധപ്പതിക്കാൻ പറ്റുക എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. രാവിലെ എണീക്കുക, ഞാൻ എവിടെ പോകുന്നു നോക്കുക, എന്റെ പോസ്റ്റുകൾ ഇരുന്ന് തപ്പി പിടിച്ച് ഞാൻ ഏതൊക്കെ അമ്പലത്തിൽ പോകുന്നു നോക്കുക, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തപ്പി പിടിക്കുക, എന്നിട്ട് അതൊരു പ്രശ്നമാക്കുക. അതിനുവേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, എത്രയോ പേര് ക്ഷേത്രങ്ങളിൽ പോകുന്നു, വിശ്വസിക്കുന്നു, ചെയ്യുന്നു. അതൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനോടൊന്നും ഒരു ബോധേടും അല്ല. ഞാൻ ഇത്ര കാലം എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെ ഞാൻ ഇനിയും ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ കാരണം എന്റെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ സ്വന്തം ഫാമിലിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്ത് നിൽക്കുന്ന നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ പറയണത് കേട്ടാൽ നമുക്ക് എന്തെങ്കിലും ഒന്നും തോന്നില്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും തന്നെ തോന്നില്ല. കാരണം ഞാൻ ഈ ഒരു കഴിഞ്ഞ 2 വർഷ കാലഘട്ടം ഞാൻ അനുഭവിച്ചിട്ടുള്ള സൈബർ ആക്രമണം, ഞാൻ അനുഭവിച്ചിട്ടുള്ള അപമാനങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ അയ്യോ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേനെ, പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ. പക്ഷെ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളും ഈ കഴിഞ്ഞ വിവാദങ്ങളും ഒക്കെ എന്നെ വീണ്ടും വീണ്ടും കൂടുതൽ സ്ട്രോങ് ആക്കുക ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പല ദിവസങ്ങൾ രാത്രി ആലോചിക്കാറുണ്ട് ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ ഫേസ് ചെയ്തത്. എനിക്കതിനുള്ള ആ ഒരു സ്ട്രെങ്ത് എവിടുന്നാ കിട്ടിയത്? നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്റെ അടുത്ത് നിന്ന് നമുക്ക് എപ്പോഴും ഉള്ളൊരു അനുഗ്രഹമാണത്. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര പീക്കാണെങ്കിലും അതിനെ നേരിടാൻ ആ സമയത്ത് നമുക്കൊരു സ്ട്രെങ്ത് ഈശ്വരൻ തരും, ഭഗവാൻ തരും. അത് ഭഗവാനുമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളുകളോട് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, എല്ലാവർക്കും ചിലപ്പോൾ അത് മനസ്സിലാവില്ല. കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ എല്ലാ കാലത്തും എല്ലാ പ്രതിസന്ധികളിലും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കൂടെ ഈശ്വരൻ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാലോ പ്രഹ്ലാദന്റെ കഥ. അത് എനിക്ക് ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എനിക്ക് പ്രഹ്ലാദന്റെ കഥയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് തരുന്ന ഓരോരോ പ്രതിസന്ധികളാണെന്ന് മാത്രമേ ഞാൻ അതിനെല്ലാം കാണുന്നുള്ളൂ, എല്ലാത്തിനും. അത് ഈ പറയുന്ന പോലെ നേരത്തെ ഒരു വിവാദം ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഫുൾ എന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങളായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ എന്റെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയുന്ന എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇത്രയും അപമാനം സഹിക്കുന്ന സമയത്ത് നമ്മളത് വളരെ വൈകാരികമായി ആ സമയത്ത് ഞാൻ മനസ്സിൽ തട്ടി പറഞ്ഞത്. അത് ഞാൻ അന്നും പറയും. ഞാൻ വളരെ മനസ്സിൽ തട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് അമ്മമാര് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത്, അല്ലെങ്കിൽ ഒരുപാട് ഭക്തജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, എന്നെ അന്ന് അത് പറഞ്ഞതിന്റെ പേരിൽ മരിച്ചു പോയവരെ പറ്റിയിട്ട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചതും ഉപദേശിച്ചതും ഒക്കെയും സംഘപരിവാറിന്റെ നേതാക്കളാണ്, BJP-യുടെ നേതാക്കളാണ്. ഒരിക്കലും മരിച്ചുപോയവരെ പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകും അങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അവർ പറയുന്നതിലും ശരിയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നമ്മൾ നിന്ന സിറ്റുവേഷൻ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് പേരുടെ കണ്ണീര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്കത് അങ്ങനെ പറയാനാണ് തോന്നിയത്. അതിലെനിക്ക് ഈ നിമിഷവും ഒരു റിഗ്രറ്റും ഇല്ല. കാരണം അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കുകയും എന്നെ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കാവുന്നതിന്റെ മാക്സിമം അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് സൈബർ സഖാക്കൾ. അതിന്റെ എല്ലാം വിഷമം തീർത്ത് ഞാൻ സന്തോഷിച്ചത് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഓർമ്മയില് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്നവർ പോലും ഇത്രയധികം വെറുത്തിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാവില്ല.
പിണറായി വിജയനോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് നിൽക്കുന്നവർ പോലും ഇത്രയും വെറുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇത്രയും അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാര് തന്നെ വെറുത്തിട്ടുള്ള ഒരു ലീഡർ വേറെ ഉണ്ടാവില്ല. അവരുടെ പാർട്ടി ഇത്തവണ തോൽക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണമായ ആ തോൽവിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയത് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ പിന്നെ അവരുടെ പാർട്ടിയിലുള്ളവർക്ക് തന്നെ ഇഷ്ടമല്ല വെച്ചാൽ അവരുടെ പാർട്ടിക്ക് പുറത്തുള്ളവർ അദ്ദേഹത്തിന് അവരുടെ മനസ്സിലൊക്കെ അദ്ദേഹത്തിന് എന്ത് സ്ഥാനമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവരൊക്കെ എത്രമാത്രം ദേഷ്യത്തോടു കൂടിയായിരിക്കും അദ്ദേഹത്തെ അവർക്ക് ഉണ്ടാവുക. അതുപോലെ കേരളത്തിലെ ജനങ്ങളെ ഉപദ്രവിച്ചിട്ടല്ലേ. പക്ഷെ ഞാൻ അതിലൊരു കാര്യം, അപ്പൊ ഞാൻ അന്ന് ആ വിഷയം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല, അതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റോ അങ്ങനെ എന്തോ കണ്ടതാണ്. ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതിന് ശേഷം 52 വെട്ടിക്കൊന്നതിന് ശേഷം ആ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷവും പ്രതികരിച്ചത് കുലംകുത്തി തന്നെയാണ്, വളരെ ഇതായിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ പ്രതികരിച്ച സമയത്ത് അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആരും ഈ സൈബർ ഒന്നും ഉണ്ടായിരുന്നില്ല. പരുമല ബലിദാനികൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അവരെ പറ്റിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ആ കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് എന്തായിരുന്നു പറഞ്ഞത്? അതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രി പറയുന്നതാണ്, നായനാർ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് പറയാണ്, ആ നമ്മുടെ ബലിദാനികൾ മരിച്ചു കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ് അവരെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? 4 ABP-ക്കാര് പോക്കറ്റിൽ വെള്ളം കയറി മരിച്ചതിന് ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് മരിച്ചതിന് ഞങ്ങൾക്ക് അന്ന് കള്ളു കുടിച്ചിട്ട്, അങ്ങനെയൊക്കെയാണ് അവരുടെ അത്രയും പവിത്രമായ ബലിദാനത്തെ, അവരുടെ ജീവൻ തന്നെ അവർ ദാനം ചെയ്യാണ് ചെയ്തത് സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദേശീയതയ്ക്ക് വേണ്ടിയിട്ട്. അവരുടെ ആ ജീവനെ, അല്ലെങ്കിൽ അവരെ കൊന്നവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ആ ജീവന് യാതൊരു തരത്തിലും വിലയില്ലാണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എത്തരത്തിൽ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആക്കിയ, അന്നൊന്നും അവരെ ഉപദേശിക്കാനും നന്നാക്കാനും ഒന്നും ഇവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവർക്കെതിരെ തിരിച്ചെന്തെങ്കിലും വരുന്ന സമയത്ത് അവർക്ക് പൊള്ളുകയും അവർ ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാവുകയും ചെയ്യുന്നത് എങ്ങനെയാ? ഈ പറയുന്ന ടി പി ചന്ദ്രശേഖർ അടക്കം അവരുടെ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന എത്രയോ പേരെ പാർട്ടിക്കെതിരായിട്ട് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവർ വീട്ടിൽ കയറി വെട്ടിക്കൊന്നിട്ടുണ്ട്. എത്രയോ പേരെ രക്തസാക്ഷികളാക്കാൻ വേണ്ടിയിട്ട് എത്ര പേരെ കൊന്നിട്ടുണ്ട്. അഭിമന്യുവിനെ കൊല്ലാൻ വേണ്ടി ഇട്ടു കൊടുത്തില്ലേ? ധീരജ് വധക്കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ എത്ര സംഭവങ്ങളാണ്. ധീരജ് വധക്കേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനായിട്ടൊരു പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ധീരജിന്റെ നിഖിൽ പൈലിയുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയമായിരുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ കുറേ സംഭവങ്ങൾ ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണ് ഈ പറയുന്ന അഭിമന്യു വധക്കേസിൽ ആ കേസ് കോടതിയിൽ നിന്ന് പ്രോഗ്രസ് ആയി തുടങ്ങിയത്. ഒരുപാട് പ്രശ്നം ഇപ്പം സഖാക്കൾക്ക് തന്നെ, അതായത് പാർട്ടിയിലെ ഹാർഡ്കോറുള്ള സഖാക്കൾക്ക് ഭയങ്കര വേദന ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു ഈ അഭിമന്യു വിഷയം. അഭിമന്യുവിനെ കൊന്ന ആളുകളുമായിട്ട് എന്താണ് അയ്യപ്പ് വെക്കുന്നു. ഇപ്പം കോടതിയിൽ നിന്ന് അഭിമന്യു വധക്കേസിന്റെ ഒരുപാട് രേഖകൾ കാണാതെ പോയി. പക്ഷെ ഏറ്റവും അത് ആര് ഭരിക്കുന്ന സമയത്താ? ഇവരുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ആ കേസിന്റെ ഫയല് കാണാണ്ട് പോകുന്നത് എങ്ങനെയാ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിലുള്ള ഒരു കാര്യം, അഭിമന്യുവിന്റെ അമ്മ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തന്റെ മകന് നീതി കിട്ടിയില്ല, കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുത്തു. അത് രക്തസാക്ഷിയുടെ അമ്മ BJP-യുടെ കേന്ദ്രം, അതായത് BJP-യുടെ കേന്ദ്രമന്ത്രിക്ക് പോയിട്ട് അവിടെ നിവേദനം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം അവരുടെ അവസ്ഥ ദയനീയമായിട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാരണം പാർട്ടിക്കാണല്ലോ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, പാർട്ടിയാണല്ലോ. അപ്പോ അതിലെന്താ ആ ഒരു വിഷയത്തിലൊക്കെ എന്താ തോന്നുന്നത്? എന്താ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനുചേട്ടൻ വട്ടവട പോയ സമയത്ത് അഭിമന്യുന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായുള്ളൂ, 2-3 മാസം ആയിട്ടുണ്ടാവുള്ളൂ. അഭിമന്യുന്റെ വീട്ടിൽ മനുവേട്ടൻ പോകുന്ന സമയത്ത് ചേട്ടന്റെ അടുത്ത് വളരെ സങ്കടത്തോടു കൂടിയാണ് അഭിമന്യുവിന്റെ അമ്മ സംസാരിക്കുന്നത്. അതായത് BJP-യുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒരു നേതാവ് വരുന്ന സമയത്ത്, സുരേഷ് ഗോപി പോലും നമ്മുടെ MP വരുന്ന സമയത്ത് അത്രയും വേദനയോടുകൂടി അവർക്ക് അവരുടെ മകന്റെ കാര്യം പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആ മകന് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ന് നമ്മുടെ അടുത്ത് പറയേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സംഘടനയോട് എത്രമാത്രം വിശ്വാസം ഇനി ബാക്കി ഉണ്ടാവും. അതുണ്ടായിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് വന്നത് പറയേണ്ട ഒരു ഗതികേട് അവർക്ക് വന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഭയങ്കരമായിട്ട് നികുതി ഇളവ് ചെയ്തു കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു VD സതീശൻ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചൊരു കാര്യമാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്. ഈ സെയിം കാര്യം ആര് ചെയ്തിട്ടുണ്ട്? LDF സർക്കാരും ചെയ്തിട്ടുണ്ട്. അവർ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, ഈ നികുതി കുറയ്ക്കാനുള്ള ലിസ്റ്റിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തെ അവർ ഉൾപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ അതിനെതിരെ പ്രതികരിച്ച ഒരാളാണ്. പക്ഷെ ഈ അധികാരത്തിലേറി 1 മാസം തികയുന്നതിന് മുമ്പ് ആ
ഫയൽ നീങ്ങുകയും ആ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് എന്താണ് നികുതി കുറയ്ക്കുകയും ഇത് ഒരുപാട് ചെറുപ്പക്കാരെ ഒരുപാട് ആളുകളെ ഒക്കെ ദോഷകരമായി ബാധിക്കും. നമുക്ക് തന്നെ അറിയാം. ഈ കാര്യത്തിൽ വലിയ രീതിയിൽ ഇപ്പം ഷോൺ ജോർജ് ഉൾപ്പെടെ BJP ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മറ്റു പ്രതിപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. CPM പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും. ഈ വിഷയത്തിൽ അതിനൊക്കെ എന്താ പറയേണ്ടത്? CPM അധികാരത്തിൽ കയറുന്നത് തന്നെ മദ്യവിമുക്ത കേരളം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വെച്ചിട്ടാണ്. അതുമായിരുന്നു അവരുടെ ഒരു ടാഗ് ലൈൻ അവർ ആദ്യ അധികാരത്തിൽ കയറുന്ന സമയത്ത്. അങ്ങനെ LDF സർക്കാർ അധികാരത്തിൽ കയറി ഇവിടെ ഉണ്ടായിരുന്ന ബാറുകൾ എത്രയാണോ അതിന്റെ ഇരട്ടിയിൽ ബാറുകൾ വീണ്ടും തുറന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ബാറുകൾ പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ബാറുകൾ തുറക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടൈം ഇപ്പോൾ UDF അധികാരത്തിൽ വന്നത്. അവർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത ഒരു ടാഗ് ലൈൻ ഇത് തന്നെയാണ്. മദ്യവിമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് LDF ഗവൺമെന്റ് കാണിച്ചത് ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരവരുടെ ഇലക്ഷൻ ക്യാമ്പയിനുകളൊക്കെ നടത്തിയത്. എന്നിട്ടും അവർ കയറുന്ന സമയത്ത് ഇങ്ങനൊരു നിലപാടാണ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവരുടെ എല്ലാം ഇരട്ടത്താപ്പല്ലേ. അതായത് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് എന്തും പറയാം. അതെല്ലാം കേട്ട് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യും. അതിനുശേഷം അവരെ ഏത് രീതിയിലും പറ്റിക്കാം എന്നുള്ളതല്ലേ അവിടെ വ്യക്തമാകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ കാര്യത്തില് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല ഈ VD ഗവൺമെന്റ് ചെയ്യുന്നതെന്ന വിമർശനം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരളത്തെ പോലെ ഇത്രയും ഗതികെട്ട ഒരു സംസ്ഥാനം, അതായത് മദ്യവും ലോട്ടറിയും മാത്രം വിറ്റ് ഒരു സംസ്ഥാനത്തിന്റെ എക്കണോമി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, അത്രയും വലിയ പതറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പ്രിയദർശിനി തുടങ്ങി. പ്രിയദർശിനി പോലുള്ള അവരുടെ ഒരുപാട് തരത്തിൽ അവര് ഇലക്ഷന് കയറുന്നതിന് തൊട്ട് മുന്നേ അവര് പറഞ്ഞിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മഹിളാ മോർച്ച പ്രതിഷേധം വെച്ച സമയത്ത് ആദ്യം പറഞ്ഞു അവർ അധികാരത്തിൽ കയറിയില്ലല്ലോ, അവർ അധികാരത്തിൽ കയറിയിട്ട് അവർക്കെതിരെ സമരം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ജൂൺ 15 എന്ന് പറയുന്ന ഡേറ്റ് ആരാ വെച്ചത്? മഹിളാ മോർച്ച വെച്ചതാണോ ജൂൺ 15? അത് പിഷാരടിയുടെ കൂടെ വേണുഗോപാലും ഒക്കെ കയറി. അതായത് അവരെല്ലാം ഈ കോൺഗ്രസിന്റെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒരാൾ കാൻഡിഡേറ്റ് ആണ്. അവര് KSRTC ബസ്സുകളിൽ കയറി സ്ത്രീകൾക്ക് അങ്ങോട്ട് നൽകിയ വാഗ്ദാനമാണ് ജൂൺ 15 മുതൽ നിങ്ങൾ ആരും ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ, അന്ന് മുതൽ നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ് എന്ന് ഡേറ്റ് സഹിതം പറഞ്ഞത് ആരാ? ഞങ്ങളാണോ പറഞ്ഞത്? BJP ആണോ പറഞ്ഞത്? മഹിളാ മോർച്ചയാണോ പറഞ്ഞത്? നവ്യ ഹരിദാസ് ആണോ പറഞ്ഞത്? അല്ലല്ലോ, ഇവരാരും അല്ലല്ലോ പറഞ്ഞത് പിഷാരടി അല്ലേ. ഇവരുടെ കാൻഡിഡേറ്റ് ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനല്ലേ. ഡേറ്റ് പറഞ്ഞത് അവരാണ്. ആ ഡേറ്റിനുള്ളിൽ ഇവർക്ക് അധികാരത്തിൽ കയറാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള കസേര ചർച്ചകളും ഇവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തമ്മിലടിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് മുഖ്യമന്ത്രിയെ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തീരുമാനിക്കാനും അധികാരത്തിൽ കയറാനും സത്യപ്രതിജ്ഞ ചെയ്യാനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ BJP-കാരുടെ തെറ്റാണോ? കേരളത്തിലെ മഹിളാ മോർച്ച അതിനെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളത്തിലെ സ്ത്രീജനങ്ങളെ ഒന്ന് ഡേറ്റ് പറഞ്ഞു പറ്റിച്ചു. ജൂൺ 15 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡേറ്റ് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ സൗജന്യ യാത്ര തരും. അതിനകത്ത് വേറൊരു കാര്യം, അവര് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മൾ ഇപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ വേണമെങ്കിൽ നമുക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇത്രയും തന്നില്ലേ, ഇതുകൊണ്ട് നിങ്ങൾ പൊക്കോ, ഇതിൽ കൂടുതൽ എന്തിനാ നിങ്ങൾക്ക്, ഇത്രയെങ്കിലും തന്നില്ലേ എന്ന് പറയുന്നവരുണ്ടാവാം. BJP ഭരിക്കുന്ന മറ്റുള്ള സ്റ്റേറ്റുകളിൽ സ്ത്രീ സൗജന്യ യാത്ര ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ BJP ഗവൺമെന്റുകൾ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീ സൗജന്യ യാത്ര വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതായത് അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, സ്ത്രീ സൗജന്യ യാത്ര എല്ലാ KSRTC-യിലും ജൂൺ 15 മുതൽ നിങ്ങൾക്ക് ഇനി KSRTC-യിലേ പൈസ കൊടുക്കണ്ട, KSRTC-യിൽ ഏതിൽ കയറിയാലും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഫ്രീ ആയിട്ടുള്ള KSRTC ബസ്സുകൾ ഏതാ? ഓർഡിനറി ബസ്സുകളാണ്. പിന്നെ ടൗൺ ടു ടൗൺ, സിറ്റി സിറ്റി, അങ്ങനെ അധികം ആളുകളൊന്നും യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് സ്ത്രീ സൗജന്യ യാത്ര പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ലോങ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്, നമുക്കിപ്പം ഓർഡിനറി ബസ്സിൽ ഒരു പോയിന്റിൽ നിന്ന് തൊട്ടടുത്ത പോയിന്റിലേക്ക് കൂടിപ്പോയ 20 രൂപ 30 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരിക ഈ പറയുന്ന പോലെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ അല്ലെങ്കിൽ ലോങ് പോകുന്ന ബസ്സുകളിൽ
അതൊന്നും വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതല്ല, അവരിങ്ങോട്ട് പറഞ്ഞതാ. എല്ലാ KSRTC ബസ്സിലും ഞങ്ങൾ തന്നേക്കാം, KSRTC ബസ്സിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ ആരാ? ഞങ്ങളാണോ പറഞ്ഞത്? അവരല്ലേ പറഞ്ഞത് KSRTC ബസ്സുകളിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാം. അപ്പൊ പറയുന്ന വാഗ്ദാനത്തിന്റെ പകുതി അവർ പാലിച്ചിട്ടുള്ളൂ. ആ ബാക്കി പകുതി പാലിക്കാത്തതിനാണ് മഹിളാ മോർച്ച കേരളമെമ്പാടും പ്രതിഷേധം വെച്ചത്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു ഇങ്ങോട്ട് വാങ്ങിച്ചല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് സൗജന്യമായി യാത്ര തരാമോ എന്ന് മഹിളാ മോർച്ച പോയി ചോദിച്ചു വാങ്ങിച്ചല്ലോ. ഇങ്ങോട്ട് പറഞ്ഞതാണ്, അധികാരത്തിൽ കയറിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പാലിക്കുമ്പോൾ, ഒരു വാക്ക് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പാലിക്കാനുള്ള ധാർമ്മികത അവർക്ക് ഉണ്ടാവണ്ടേ. അതിനെതിരെ മാത്രമാണ് മഹിളാ മോർച്ചക്കാര് പ്രതിഷേധിച്ചത്. പക്ഷെ ഇപ്പൊ പ്രിയദർശിനിയെ ബന്ധപ്പെട്ട് ഒരുപാട് സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ട് ഇപ്പൊ വന്ന സർക്കാർ ഒരു ഓർഡിനറി ബസ്സിൽ അവർക്ക് ഒരു സൗജന്യം കൊടുത്തു എന്ന ഒരു സംഭവമുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ലേ? സൗജന്യം കൊടുക്കുക എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കാണണോ വേണ്ടോ എന്നുള്ളത് പലരുടെയും പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പലരുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ചില ആളുകൾ പറയുന്നുണ്ടാവും ഈ സൗജന്യ യാത്ര കൊടുക്കുന്നതിന് പകരം ഒന്നും നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകൾക്ക് ഒന്നും സൗജന്യമായിട്ട് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയുള്ള ആളുകളാണ്. കാരണം ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുത്ത് പഠിപ്പിക്കരുത്, പകരം അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഏതൊരു സ്ത്രീക്കും സൗജന്യമായിട്ട് യാത്ര ചെയ്യാം, പുരുഷന്മാർക്ക് സൗജന്യമേ ഇല്ല. ആ ഒരു ബസ്സിൽ ഇപ്പൊ ഒരു 40 പേരുള്ള ബസ്സാണെന്ന് വിചാരിച്ചോ, അതിലൊരു 30 സ്ത്രീകൾ കയറിയെന്ന് വെച്ചോ, 10 പേര് പുരുഷന്മാർ കയറിയെന്ന് വെച്ചോ, ആ 10 പേരിൽ ചിലപ്പോൾ 8 പുരുഷന്മാരും ഈ പറയുന്ന പോലെ വളരെ എക്കണോമിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ